പ്രതിപക്ഷ നേതാവിന്റെ തട്ടകമായ പറവൂരിൽ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ സഖ്യം. ചിറ്റാറ്റുകര പഞ്ചായത്തിലെ 2 വാർഡുകളിൽ ഉൾപ്പെടെ മണ്ഡലത്തിലെ 7 വാർഡുകളിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധമുള്ളവരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിഷേധിച്ച് ചിറ്റാറ്റുകരയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് റിബലായി മത്സരരംഗത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് സഖ്യം പരസ്യമായി നിലവിലുള്ള ഒരു പഞ്ചായത്താണ് പറവൂരിലെ ചിറ്റാറ്റുകര. 9, 18 വാർഡുകളിൽ ജമാഅത്തെ സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യും. മറ്റിടങ്ങളിൽ തിരിച്ചും. 9-ാം വാർഡിൽ UDF രംഗത്തിറക്കിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നേതാവ് KK നാസറിനെയാണ്. വെൽഫെയർ പാർട്ടി പരിപാടികളിൽ കോർഡിനേറ്ററാണ് നാസർ. വാർഡ് 9-ൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഗമം പലിശരഹിത വായ്പാ സംഘം സെക്രട്ടറി ഷെറീന ടീച്ചറാണ് അവിശുദ്ധ സംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. സഖ്യം പരസ്യമാണെന്ന് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ല, അവർ സപ്പോർട്ട് ചെയ്തിട്ട് ജമാഅത്തിൻ്റെ ആളായിട്ട് നിൽക്കണം. വ്യക്തമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. വ്യക്തമായ ഒരു പരസ്യമായ ധാരണയല്ല, അവർ സഖ്യമായിട്ട് തന്നെയാണ് അത് മത്സരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് തനിക്കുറപ്പിക്കാനായി VD സതീശൻ തന്നെ സഖ്യം ഉറപ്പാക്കുകയായിരുന്നു. അവിശുദ്ധ സഖ്യത്തിനെതിരെ കോൺഗ്രസിലും മുന്നണിയിലും പ്രതിഷേധം ശക്തമാണ്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് CF ഹംസയും മുസ്ലിം ലീഗിലെ ഷെറീന അബ്ദുൽ വഹാബും വാർഡുകളിൽ വിമതരായി മത്സരരംഗത്തുണ്ട്. VD സ്റ്റേഷൻ്റെ ഒരു സംഭവത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറവൂർ താലൂക്കിലുള്ള അല്ലെങ്കിൽ പറവൂർ നിയോജക മണ്ഡലത്തിലുള്ള വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സമാഹരിക്കേണ്ട ഒരു അത്യാവശ്യം അദ്ദേഹത്തിനുണ്ട്, അയാൾക്ക് ജയിക്കാൻ വേണ്ടി. കാഴ്ചപ്പാടല്ല ചെയ്തു വച്ചേക്കുന്നത്. കാരണം ഇത് മതേതര രാഷ്ട്രമാണ്. അവിടെ നമുക്ക് വർഗീയ കൂട്ടായ്മയിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി അവിടെ വിജയിപ്പിച്ചെടുക്കുന്നത് നല്ല കാര്യമല്ല. പറവൂർ നിയമസഭാ മണ്ഡല പരിധിയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമാന സാഹചര്യം നിലവിലുണ്ട്. 7 വാർഡുകളിൽ ജമാഅത്തെ ബന്ധമുള്ളവരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത്. കൈരളി ന്യൂസ്, കൊച്ചി.